കോൺഗ്രസിൻ്റെ ഒരു ഇൻകം ടാക്സ് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. മലയാള മനോരമ പത്രം ദിവസവും ഹെഡ്ലൈനായിട്ട് അടിച്ചുകൊണ്ടിരുന്നത്. അതിന്ന് സുപ്രീം കോടതിയിൽ ചെന്നു. അത് നാഗരത്നയുടെ ബെഞ്ചിലാണ് വരുന്നത് എന്നുള്ളതിൻ്റെ സന്തോഷം കുറച്ചൊന്നുമായിരുന്നില്ല നമ്മളുടെ ഏഷ്യാനെറ്റിൽ. അബ്ജോദാണ് അത്. രാവിലെ ഞാൻ അബ്ജോദ് ഇങ്ങനെ തുന്തിലിനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ നോക്കി എന്താടാ ഇത്. അപ്പോൾ ഇതാണ് നാഗരത്നയുടെ ബെഞ്ചിലാണ് കോൺഗ്രസിൻ്റെ കേസ് വരുന്നത്, ഇൻകം ടാക്സ് കേസ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും നടക്കും എന്നുള്ള ഹിൻറ്റാണ്. അപ്പോൾ അബ്ജോദ് പറയുകയാണ്, നാഗരത്ന പലതവണ പ്രസംഗിച്ചിരുന്നു, ഗവർണർമാർ അവരുടെ ചുമതല നിർവഹിക്കുന്നതാണ് കേസില്ലാതിരിക്കാൻ നല്ലത് എന്നോ മറ്റോ അവർ പ്രസംഗിച്ചു പോലും. അതിനർത്ഥം അവർ ഗവർണർമാർക്ക് എതിരാണെന്നല്ലേ? ആണ്. അതിനർത്ഥം അവർ പിണറായി വിജയന് അനുകൂലമാണെന്നല്ലേ? ആണ്. അതുകൊണ്ട് അവർ കോൺഗ്രസ്സിന് അനുകൂലമാണെന്നല്ലേ? ആണ്. അപ്പോൾ അത് നല്ല ജഡ്ജാണ്. ഇതാണ് കാര്യം. കോൺഗ്രസ് അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ ഇന്ത്യയും മുന്നണി അവർക്കനുകൂലമായിട്ടുള്ള ജഡ്ജ്. പിന്നെ ഇവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു, നാഗരത്ന വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. നോട്ട് നിരോധനം കോടതിയിൽ ചലഞ്ച് ചെയ്തിരുന്നല്ലോ. നോട്ട് നിരോധനം ശരിവെച്ചു സുപ്രീം കോടതി. അതിൽ പക്ഷേ ഭിന്നാഭിപ്രായം എഴുതിയ ജഡ്ജാണ് നാഗരത്ന. എങ്ങനെയുണ്ട്? അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യ മുന്നണിയുടെ വക്കീലാണ് നാഗരത്ന എന്ന ജഡ്ജി. നമ്മളാരെങ്കിലുമാണ് പറഞ്ഞതെങ്കിൽ നമ്മളെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും കോർട്ടലക്ഷ്യത്തിന്. പക്ഷേ ഏഷ്യാനെറ്റിനെ പോലീസ് പിടിക്കില്ല. കാരണം പോലീസും ഇന്ത്യ മുന്നണിയാണ്, ഏഷ്യാനെറ്റും ഇന്ത്യ മുന്നണിയാണ്. അപ്പോൾ പിന്നെ ആരെ പിടിക്കാൻ? അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇതൊക്കെ മഹാമോശമാണ്. ഞാനിപ്പോൾ ഏഷ്യാനെറ്റ് എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, അവരെ ഞാൻ പറഞ്ഞാലൊന്നും അവർ കേൾക്കാനും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം, ഒരു ജഡ്ജിനെ പറ്റി ഇങ്ങനെ പറയുന്നത് ശരിയാണ്? ഒരു കാര്യം, ഈ നാഗരത്ന അവരുടെ ജഡ്ജിമെൻറ്റിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതും ഒരു തെറ്റാണ്, ഇംപ്രോപ്പറേറ്റിയാണ്. ഇറ്റ് ഈസ് നോട്ട് റോങ്, ബട്ട് ഇറ്റ് ഈസ് ഇംപ്രോപ്പർ ഫോർ എ ജഡ്ജ് to speak on his judgment elsewhere. Whatever you have to say in the judgment, not for the galleries. അത് ജഡ്ജിമാർ ചെയ്യാൻ പാടില്ല. പക്ഷേ നാഗരത്ന അത് ചെയ്തു. അതുകൊണ്ടാണ് നാഗരത്ന കോൺഗ്രസ്സുകാരിയാണ്, കോൺഗ്രസിനെ സഹായിക്കുന്ന ആളാണ്, മോദി വിരുദ്ധയാണ് എന്നൊക്കെയുള്ള പ്രചരണം ഉണ്ടാവാൻ കാരണം ജസ്റ്റിസ് നാഗരത്ന തന്നെയാണ്. ഷീ ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. ബട്ട് അവരത് ചെയ്തു, ഇരിക്കട്ടെ. ഇന്നത്തെ കേസിനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുക എന്ന് പറയുന്നത് വേറൊരു കോർട്ട് ലക്ഷ്യമാണ്. അത് ശരിയല്ല. ഇങ്ങനെ ഒരു പെർസെപ്ഷനുണ്ട്. അതുകൊണ്ട് നാഗരത്ന മേ ഗിവ് സം റിലീഫ് ടു കോൺഗ്രസ്. ഇതായിരുന്നു ധാരണ. കോടതി അസംബിൾ ചെയ്ത് ഇൻകം ടാക്സിന് വേണ്ടി ഹാജരായത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. അദ്ദേഹം പറഞ്ഞു, ലുക്ക്, മൊത്തം 3500 കോടി രൂപയുടെ ടാക്സ് നോട്ടീസുകളാണ് കോൺഗ്രസിനെതിരെ ഉള്ളത്. പലതുണ്ട്. 135 കോടി രൂപ അവരിൽ നിന്ന് പിടിച്ചെടുത്തത്, അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് അഡീഷണലായിട്ട് പഴയത് അവർ അടയ്ക്കണം എന്നുള്ള നോട്ടീസ്, ഇതൊക്കെ ചേർത്തിട്ട് 3500 ചില്വാനം കോടി രൂപയാണ് കേസുള്ളത്. ഇതിൽ ഇപ്പം പിടിച്ചതും ഫ്രീസ് ചെയ്തതും ഒക്കെ ഇരിക്കട്ടെ. ഫർദർ കാര്യങ്ങൾ ഞങ്ങൾ ഇവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനും പിടിക്കാനും ഒന്നും പോകുന്നില്ല. കാരണം അതൊക്കെ കണ്ടസ്റ്റ് ഉള്ളതാണ്. ഞങ്ങളുടെ നോട്ടീസിന് അവർ മറുപടി തരാത്തതാണ്, പഴയതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉടനെ ചാടിക്കയറുകയൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവരുടെ മറുപടിയൊക്കെ വന്നിട്ട് സമാധാനമായിട്ടേ ചെയ്യുള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരിയായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരിയായ ജഡ്ജ് നാഗരത്ന കോൺഗ്രസ്സിന് വേണ്ടി ഹാജരായ അഭിഷേക് മനു സിംഗ്വിയോട് പറഞ്ഞു, സിംഗ്വി, നിങ്ങൾക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് മൈൻഡ് പാടില്ല. സർക്കാർ പറഞ്ഞു കേട്ടില്ലേ, ഇനി ഇത് കൂടുതൽ എന്താ വേണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ എപ്പോഴും സർക്കാർ എന്തെങ്കിലും ഒരു നോട്ടീസ് ഉടനെ വാളയച്ചിട്ട് ഇപ്പം തട്ടിക്കളയുന്നു. എന്താണ് ഇതൊക്കെ? ഒരു പ്രൊസീജിയറല്ലേ, സാധാരണ കാര്യമല്ലേ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്? എല്ലാവർക്കും ഇത്, എനിക്കും നിങ്ങൾക്കും ഒക്കെ നോട്ടീസ് വരാറില്ലേ? നമ്മൾ നോട്ടീസ് നമ്മളാരും നെഞ്ചത്തടിച്ച് കരയാറൊന്നുമില്ല. ഞാൻ എറണാകുളത്തിരുന്നാണ് ഈ വീഡിയോ ചെയ്തത്. എറണാകുളത്തെ സകലമാന കടകമ്പോളാദി കച്ചവടക്കാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്ക്, ഒരിക്കൽ ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വരും, GSTക്കാരുടെ നോട്ടീസ് വരും. നിങ്ങൾ അടച്ചത് ശരിയല്ല, 19.73 പകരം 20.45 ആവണമായിരുന്നു പറഞ്ഞ് നോട്ടീസ് വരും. ഇതാളുകൾ പോയി ക്ലിയർ ചെയ്യും, അവരുടെ ഓഡിറ്റർ പോകും, അത് ക്ലിയർ ചെയ്യും. ഇത്രയല്ലേ കാര്യമുള്ളൂ. അതിന് പകരം
ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ഇവർ ട്രിബ്യൂണലിൽ പോയി. ട്രിബ്യൂണൽ പറഞ്ഞ് ഇതെന്താ ഇത്, നിങ്ങൾ കൊടുക്കാനുള്ള കാശാണ് അവർ പിടിച്ചിരിക്കുന്നത്, കൂടാ എന്ന് പറഞ്ഞ് ഓടിച്ചു. അവിടെ നിന്ന് ഡൽഹി ഹൈക്കോടതി പോയി. ഡൽഹി ഹൈക്കോടതി പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിലൊന്നും ഇടപെടാൻ പറ്റില്ല, ടാക്സിൻ്റെ തർക്കത്തിൽ ഇപ്പോൾ കോടതിക്ക് അർജൻറ്റായിട്ട് ഇടപെടേണ്ട ഒരു കാര്യമില്ല. എന്നിട്ടാണ് ഇതും കൊണ്ട് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി പോയി കോൺഗ്രസ് ജയിച്ചേന്ന് പറഞ്ഞായിരിക്കും ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടില്ല കുറച്ച് നേരമായിട്ട് വാർത്ത. കോൺഗ്രസ്സിന് വൻ വിജയം എന്നൊക്കെ പറഞ്ഞു. വൻ വിജയമൊന്നുമല്ല, വൻ പരാജയമാണ്. കാരണം പിടിക്കാനുള്ള കാശ് ഇവർ പിടിച്ചു, ഇൻകം ടാക്സുകാർ പിടിച്ചു. ഫ്രീസ് ചെയ്യാനുള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ക്ലെയിം മിനിഞ്ഞാന്ന് റേസ് ചെയ്ത ക്ലെയിം മിനിഞ്ഞാന്നാണ് റേസ് ചെയ്തത്. അത് വരട്ടെ, നമുക്ക് നോക്കാം, അതിൻ്റെ മറുപടി എന്താ കോൺഗ്രസ് വരുന്നത് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു. ഇത്രയും സംഭവിച്ചിട്ടുള്ളൂ. കോൺഗ്രസ്സിന് ഒരു ആനുകൂല്യവും കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. മാത്രമല്ല കോടതി ഒരു ലൈൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇതിലുള്ള മൈനർ ചില ക്ലെയിംസിൽ IT-ക്ക് ഇടപെടാം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇപ്പോഴും ഇടപെടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. എന്ന് വെച്ചാൽ 10, 15, 20 കോടി രൂപ അവിടെ ഇവിടെയൊക്കെയുള്ള ആ കോൺഗ്രസ്സുകാരൻ പിരിച്ചു, ഈ കോൺഗ്രസ്സുകാരൻ പിരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ടാക്സിൻ്റെ പ്രൊസീഡിങ്സ് നടക്കും. അത് ചിലപ്പോൾ പിടിച്ചെടുക്കും, ആ അക്കൗണ്ട് ചിലപ്പോൾ ഫ്രീസ് ചെയ്യും. നിങ്ങളുടെ ഈ മെയിൻ 3500 കോടിയുടെയാണ് വിധി, അത് മനസ്സിലുണ്ടാവണം. ഇപ്പം നാഗരത്നയെ പറ്റിയുള്ള കാൽക്കുലേഷനും പ്രിയരെ നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഇൻകം ടാക്സിനെ പറ്റിയുള്ള കാൽക്കുലേഷനും തെറ്റിപ്പോയി. വാസ്തവത്തിൽ ഒരു ഐഡിയയും ഇല്ലാതെ സുപ്രീം കോടതിയിൽ എന്ത് സംഭവിക്കുന്ന ഐഡിയ ഇല്ല, ഡൽഹി ഹൈക്കോടതിയിലെ ഐഡിയ ഇല്ല, കേരള ഹൈക്കോടതിയിലെ ഐഡിയ ഇല്ല. നിങ്ങൾ എത്ര കാലം ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കും വിതൗട്ട് ഗെറ്റിംഗ് എ ഡോക്യുമെൻറ്റ്? അപ്പോൾ ഇത് കൃത്യമായ വിവരമില്ലാതെ പല പത്രലേഖകർക്കും സുപ്രീം കോടതിക്കുള്ളിൽ പ്രവേശനമില്ല. അതറിയാമോ നിങ്ങൾക്ക്? ഞാൻ ഈ സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളവനാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ വീരന്മാരെ ഒന്നും അതിനകത്ത് ഞാൻ കാണാറില്ല. കാരണം അവിടെ കയറാൻ വേറെ അക്രഡിറ്റേഷൻ വേണം, LLB പാസ്സായിരിക്കണം, 2 കൊല്ലമെങ്കിലും പ്രാക്ടീസ് ചെയ്തിരിക്കണം, 110 കണ്ടീഷൻസ് ഉണ്ട് അവിടെ റിപ്പോർട്ടറായിട്ട് കയറാൻ. അല്ലാതെ ഞാൻ ഇന്ന TV-യുടെ ആണെന്ന് പറഞ്ഞ് സാധനം എടുത്ത് തോളത്ത് വെച്ചൊരു വടിയുമായിട്ടൊന്നും അവിടെ കയറാൻ പറ്റില്ല. അതല്ലെങ്കിൽ തന്നെ ക്യാമറയും വടിയൊന്നും അതിനകത്ത് കയറ്റില്ല. നിങ്ങൾക്ക് പോയി അവിടെ ഇരിക്കാം, എന്നിട്ട് SMS അയക്കുകയോ അങ്ങനെ എന്തൊക്കെയാണ് ഈ ലൈവിലോ ബാർ ആൻഡ് ബെഞ്ചൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ്. അതിൽ നിന്ന് കോപ്പി അടിച്ചിട്ടാണ് ഈ മലയാള മാധ്യമങ്ങളൊക്കെ ഫ്ലാഷ് ചെയ്യുന്നത്. അവർക്ക് തെറ്റുപറ്റിയാൽ ഇവർക്കും തെറ്റുപറ്റും. അവരൊരു ട്വീറ്റിൽ ഇതെഴുതും, അടുത്ത ട്വീറ്റിൽ നിങ്ങൾ കാണും ദർ ഈസ് എ കറക്ഷൻ ഇൻ ദ എബൌട്ട് ട്വീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് മാറ്റി വേറൊരു വാക്ക് എഴുതും. കോൺട്രവേഴ്സി എന്നുള്ളത് മാറ്റിയിട്ട് കോംപ്ലസൻസി എന്നാക്കി മാറ്റി. കഴിഞ്ഞില്ലേ, അർത്ഥം വേറെ ഏതും ആയിപ്പോയില്ലേ. അപ്പോഴത്തേക്ക് ഇവർക്ക് ഇത് തിരുത്താൻ പറ്റുമോ? നമ്മുടെ ഇവിടെ ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവർ തിരുത്തുകയില്ല. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഓർമ്മശക്തി കുറവാണെന്ന് TV-കാർക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ നേരത്തെ പറഞ്ഞത് തെറ്റായിരുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ആരും ആലോചിക്കാറില്ല. ഭക്ഷണം കഴിക്കാൻ നേരത്ത് മുമ്പിൽ ഈ ചിത്രങ്ങൾ ഇങ്ങനെ വരണമെന്നേ ഉള്ളൂ. അല്ല അതിക്കവിഞ്ഞുള്ള പ്രാധാന്യമൊന്നും ഇവർക്കാർക്കും ആരും കൊടുക്കാറുമില്ല. മിക്കവാറും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നേരത്താണല്ലോ TV വയ്ക്കുന്നത്, ബാക്കിയൊക്കെ മൊബൈലിലല്ലേ. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവർ വലിയ ആൾക്കാരോ സംഗതിയോ ഒന്നുമല്ല. കോൺഗ്രസ് കേസ് ജയിച്ചു, മോദി സർക്കാർ മുട്ടുകുത്തി എന്നൊക്കെ പറയും, കൊമ്പ് കുത്തി എന്ന് പറയും ചിലർക്ക്. ഇതൊക്കെ വരുന്ന ആളെ. പക്ഷേ ഇതെല്ലാം വ്യാജമാണ്. ആകെ സംഭവിച്ചിരിക്കുന്നത് ഇതുവരെ ചെയ്തു. ഇപ്പോൾ അയച്ച നോട്ടീസുകൾ പുതിയതാണ്. അതിൽ പ്രത്യേകിച്ച് ഇവരെ എംബ്രാസ് ചെയ്യാനായിട്ട് ഇലക്ഷനും കൂടെ ഉള്ളപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ കടുത്ത നിലപാടിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു. കോടതിയും പറഞ്ഞു ശരി, ഏപ്രിൽ 15 അടുത്ത പോസ്റ്റിംഗ്, അല്ല ജൂലൈയിലാണ്, ജൂലൈ 9-നോ 15-നോ മറ്റാണ് അടുത്ത പോസ്റ്റിംഗ്. ഇങ്ങനെയാണ് പിരിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയില്ല കേട്ടോ, നിന്നെടുത്ത് നിൽക്കുകയാണ് കോൺഗ്രസ്. ഏതായാലും ഇത് വെച്ച് മാനം രക്ഷിക്കണമെങ്കിൽ രക്ഷിച്ചോ, അല്ലെങ്കിൽ ഇതിലും കടുത്തത് നിങ്ങളെ തേടി വരും. ഇവർക്ക് മാത്രമല്ലെന്നേ, BJP-ക്ക് നോട്ടീസ് കിട്ടിക്കാണും, അവർ പുറത്ത് പറയില്ലല്ലോ. ഈ ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് ഒരു രഹസ്യ നോട്ടീസാണ്. അത് ഇൻകം ടാക്സുകാരനും ഈ പാർട്ടിക്കും മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പാർട്ടി നെഞ്ചത്തടിച്ച് എനിക്ക് നോട്ടീസ് അയച്ച് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇൻകം ടാക്സുകാരൻ എന്ത് ചെയ്യും? എത്രയോ സിനിമാ താരങ്ങൾക്ക്, ബിസിനസ്സുകാർക്കൊക്കെ ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് പോകുന്നുണ്ട്. മോഹൻലാലിനും കിട്ടും, മമ്മൂട്ടിക്കും കിട്ടും. എന്തെങ്കിലുമൊക്കെ കൂടുതലും കുറവുമൊക്കെ വരുമല്ലോ. അവരുടെ ഓഡിറ്ററാണ് അതൊക്കെ നോക്കുന്നത്. ഈ നോട്ടീസ് വരുന്നത് പോലും മമ്മൂട്ടി അറിയില്ല. നോട്ടീസ് വന്നാൽ നേരെ അത് മമ്മൂട്ടിയുടെ ഓഡിറ്റർ എടുത്ത് പോകും. ഓഡിറ്റർ അതിന് റിപ്ലൈ വേറാക്കി കൊടുക്കും. ചിലപ്പോൾ 5000 10,000 അങ്ങോട്ടോ കൊടുക്കാനോ മേടിക്കാനോ ഒക്കെ ഉണ്ടാകും. അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. മോദി ഇയാൾ ഇതറിയില്ല, മമ്മൂട്ടി ഇതറിയില്ല.
പക്ഷേ ഈ നോട്ടീസ് വന്നു എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി നിലവിളിക്കാൻ തുടങ്ങിയാലോ, അയ്യോ എനിക്ക് ഇൻകം ടാക്സ് നോട്ടീസ്, എന്നെ ഭീകരമായിട്ട് ആക്രമിക്കുന്നു, സർക്കാർ എന്നെ പൂട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിഡിത്തമെന്നല്ലാതെ എന്താ വിളിക്കുക അതിന്? ഈ പരിപാടിയാണ് കോൺഗ്രസ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. അവർക്കും പോയിട്ടുണ്ടൊരു നോട്ടീസ്. അവർ ആ നോട്ടീസ് ചലഞ്ച് ചെയ്ത് ഡൽഹി ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്, പൂച്ച പോലെ സൂത്രത്തിൽ. ഒരൊറ്റ തവണയും ഫ്ലാഷ് പോയുള്ളൂ. CPM-നും CPI-ക്കും നോട്ടീസ് തന്നു. CPM-ന് 10 ലക്ഷം, CPI-യുടെ 15 ലക്ഷം എന്ന് പറഞ്ഞ് ഒരു തവണ ഓടിപ്പോയത് കണ്ടു. പിന്നെ മിണ്ടുന്നില്ല. ഏതായാലും അത് അതായത് പൊങ്ങി വരും. സീതാറാം യെച്ചൂരി ഡൽഹി ഹൈക്കോടതി പോയി എന്നായിരുന്നു അന്ന് എഴുതി കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒന്നും കാണിക്കുന്നില്ല. വരട്ടെ, നമുക്ക് നോക്കാം. ഏതായാലും ആർക്കും ആരെയും അങ്ങനെയൊന്നും തോൽപ്പിക്കാനോ ശിക്ഷിക്കാനോ സാധ്യമല്ല. ഇൻകം ടാക്സ് നോട്ടീസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ മാർച്ച് 31 ഈ സാമ്പത്തിക വർഷം അവസാനിക്കുകയല്ലേ. അതിനു മുമ്പേ അയക്കാവുന്നത്ര നോട്ടീസുകൾ ഇൻകം ടാക്സുകാരന് അയക്കും. കളക്ട് ചെയ്യാവുന്നത്രയും ഫണ്ട് കളക്ട് ചെയ്യും. അത് നിർമ്മലാ സീതാരാമനും കളക്ട് ചെയ്യും, ബാലഗോപാലും കളക്ട് ചെയ്യും. എല്ലാം ഇയർ എൻഡിങ് ആണ്. മാക്സിമം കളക്ഷൻ പോരട്ടെ എന്ന് പറയും. ഇതിലൊക്കെ തെറ്റെന്താ? സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. എല്ലാ കമ്പനികളിലെയും നിങ്ങൾ നോക്കിക്കോ, ഇൻവോയ്സ് അടിച്ച് സെയിൽസ് അങ്ങ് പിടിച്ച് അങ്ങ് കയറ്റുന്നത് മാർച്ച് 31 തൊട്ട് മുമ്പുള്ള ആഴ്ചയിലാണ്. സാധനം മുഴുവൻ കൊടുത്ത് ലോഡ് ചെയ്ത് ലോറിയിൽ കയറി പോയില്ല, അതിനു മുമ്പേ ഇൻവോയ്സ് അടിച്ചിട്ട് ടപ്പെന്ന് പറഞ്ഞിട്ട് ടേൺ ഓവർ കൂട്ടാനായിട്ട് ഇതൊക്കെ ചെയ്യുന്ന ഇതിൽ നിയമവിരുദ്ധതയൊന്നുമില്ല. അതുകൊണ്ട് ഇതും കൊണ്ട് സുപ്രീം കോടതിയിൽ പോയി വെറുതെ മെനക്കെടാതെ അവനവൻ്റെ കാര്യം നോക്കി നേരെ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള വഴിയാണ് കോൺഗ്രസ് നോക്കേണ്ടത്. അല്ലാതെ എന്നെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ഇവന്മാർ പ്ലാൻ ഇടുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ജനാർദ്ദനൻ നിലവിളിക്കുന്നില്ലേ, എൻ്റെ 2 കൈയും കാലും തല്ലി ഓടിച്ചിട്ട് കൊക്കയെ തള്ളാൻ ഇവന്മാർ പ്ലാൻ ഇടുന്നേ, ഓടി വായു എന്നൊക്കെ പറഞ്ഞു ഈ കള്ളക്കരച്ചിലൊക്കെ അവസാനിപ്പിച്ച് അന്തസ്സായിട്ട് തെരഞ്ഞെടുപ്പ് നേടുക. എന്തെങ്കിലും 10 സീറ്റൊക്കെ കോൺഗ്രസ്സിന് കിട്ടും എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. താങ്ക് യു.